ഒരു നമസ്കാരം. കേരള കോൺഗ്രസും അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിലനിർത്തും എന്നു തന്നെയാണ് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത്രയും കാലം കേരള കോൺഗ്രസ് പിളരാതിരുന്നത് തന്നെ, അതായത് കേരള കോൺഗ്രസ് ജോസഫും മാണിയുമായി രണ്ടായി വേർപിരിഞ്ഞിട്ട് ഏകദേശം 4-5 വർഷങ്ങളാകുന്നു. അതിനുശേഷം കേരള കോൺഗ്രസുകൾ പിളർന്നില്ല എന്നത് തന്നെ കേരള രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വലിയ അത്ഭുതമാണ്. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് ഒരു പുതിയ പിളർപ്പിൻ്റെ മുൾമുനയിലാണ് എന്ന കാര്യം മാധ്യമങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പുതിയൊരു കേരള കോൺഗ്രസിൻ്റെ പിറവി, കേരള കോൺഗ്രസ് ആർ, റോഷി അഗസ്റ്റിൻ്റെ പേരിൽ ഒരു പുതിയ പാർട്ടിയുടെ പിറവി അത് മണക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ചെറിയ ചില അക്ഷരമാലകൾ ആറോ കെയോ ഒക്കെ മാത്രമേ ഉള്ളൂ കേരള കോൺഗ്രസുകളുടെ പേരിൽ രൂപീകൃതമാകുവാൻ. ബാക്കിയുള്ള അക്ഷരമാലകൾ ബി ഉണ്ട്, അതുപോലെ കേരള കോൺഗ്രസ് എം ഉണ്ട്, ജെ ഉണ്ട്, അങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ആറ് സ്വന്തമാക്കിക്കൊണ്ട് ഒരുപക്ഷെ റോഷി അഗസ്റ്റിൻ പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കേരള കോൺഗ്രസിൽ നിന്നും ജോസ് കെ മാണിയെ ചവിട്ടിപ്പുറത്താക്കുവാനുള്ള ശ്രമങ്ങൾ റോഷി അഗസ്റ്റിൻ ആസൂത്രിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും മാണി സാർ ജീവിച്ചിരുന്നപ്പോഴും പിന്നീട് ആദ്യ സമയത്ത് ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ ആകുമ്പോഴുമൊക്കെ ഇവരുടെയൊക്കെ നിഴൽ പറ്റി നടന്നിരുന്ന റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം വളരെ ആധികാരികമായി തന്നെ ജോസ് കെ മാണിയോടൊപ്പം പത്രസമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ വളരെയധികമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ജോസ് കെ മാണിയുടെ UDF പ്രവേശനത്തെ തടഞ്ഞത് റോഷി അഗസ്റ്റിനാണ് എന്ന് ഇടുക്കിയുടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതാണ്. ആദ്യഘട്ടത്തിൽ ഈ LDFൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് റോഷി അഗസ്റ്റിനോടൊപ്പം 3 MLA-മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ 5 MLA-മാരും വ്യക്തമായി തന്നെ റോഷി അഗസ്റ്റിനോടൊപ്പമാണ് എന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ജോസ് കെ മാണി പാർട്ടിയിൽ പൂർണ്ണമായി തന്നെ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. ആ പത്രസമ്മേളനത്തിൽ പ്രത്യേകിച്ചും നമുക്ക് വ്യക്തമാണ്, പത്രലേഖകർ ജോസ് കെ മാണിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പാലയിൽ മത്സരിക്കുന്നുണ്ടോ ഇനിയും എന്ന് ചോദിക്കുമ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് ജോസ് കെ മാണി മറുപടി പറഞ്ഞു പോകുവാനാണ് ശ്രമിക്കുന്നത്. ഒരു ഉഴപ്പിയൊക്കെ മറുപടി പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പറിച്ച് ചെയർമാൻ അവിടെ മത്സരിക്കുമെന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. ജോസ് കെ മാണി ഒരു ഇളിഭ്യ ചിരിയോടുകൂടി ആ മൈക്ക് തിരികെ വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ മൈക്ക് ഉറപ്പിച്ച് തന്നെ പിടിച്ചുകൊണ്ട് അവിടെ മത്സരിക്കും ചെയർമാൻ എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് ജോസ് കെ മാണി പറയുന്നു അദ്ദേഹത്തിന് ചോരത്തിളപ്പുള്ള ഒരു നേതാവാണ്, KCM അതായത് വിദ്യാർത്ഥി സംഘടനയിലൂടെയൊക്കെ വന്ന നേതാവാണ്, അതുകൊണ്ട് അദ്ദേഹം ചോരത്തിളപ്പിൽ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് പിറ്റേന്ന് പത്രലേഖകരെ കാണുമ്പോൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് റോഷി അഗസ്റ്റിൻ വീണ്ടും പത്രക്കാരെ കാണുമ്പോൾ പറയുന്നു, താൻ ചോരത്തിളപ്പിലൊന്നും പറഞ്ഞതല്ല, നേതൃത്വം ഏബിൾ ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം, അതുകൊണ്ട് ചെയർമാൻ പാലയിൽ മത്സരിക്കുമെന്നാണ്. അതായത് നിലവിലുള്ള നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസിൻ്റെ നേതൃത്വം ഏബിൾ അല്ല എന്ന ഒരു സന്ദേശം കൂടി അണികൾക്ക് നൽകുവാൻ റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തം. എന്തായാലും ഇപ്പോൾ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തർക്കം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. മാണി സി കാപ്പൻ്റെ ഒരു പ്രസ്താവനയും ഈ അവസരത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, LDFൽ നിന്ന് ചില ആളുകൾ മാണി സി കാപ്പനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ജോസ് കെ മാണി പാലയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പക്ഷം അവിടെ LDF സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിൻ വരുമെന്ന്. അതായത് റോഷി അഗസ്റ്റിൻ LDFൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് UDFൽ ജോസ് കെ മാണി എത്തുകയാണെങ്കിൽ ആ പാർട്ടി പിളരും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും LDFൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജോസ് കെ മാണിയെ കൊണ്ട് പരമാവധി പാലയിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുവാനാണ് റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പാലയുടെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആർക്കും ജോസ് കെ മാണി വളരെ അത്ഭുതമൊന്നും കാണിച്ച് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരുവാൻ കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതായത് ജോസ് കെ മാണി പൂർണ്ണമായും പാലയിൽ തോക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കുന്ന റോഷി അഗസ്റ്റിൻ അവിടെ നിന്ന് വിജയിച്ചു വരും. മൂന്നാമതും അവിടെ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 പ്രാവശ്യം പാലയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് കെ മാണി മൂലയ്ക്കൊതുക്കപ്പെടും. റോഷി അഗസ്റ്റിൻ്റെ പേരിൽ ആ പാർട്ടി എത്തും, റോഷി അഗസ്റ്റിൻ്റെ കീഴിൽ ആ പാർട്ടി എത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല.
ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും റോഷി അഗസ്റ്റിൻ ഈ ഉള്ള MLA-മാരെയൊക്കെ വാരിക്കൂട്ടി റോഷി അഗസ്റ്റിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് 6 എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കും എന്ന പേരിലും സംശയമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മധ്യകേരളത്തിലെ ആളുകളുടെ ഇടയിൽ മാണി എന്ന വലിയ വികാരമുണ്ട്. മാണിയുടെ മകൻ എന്ന രീതിയിൽ ജോസ് കെ മാണി അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. റോഷി അഗസ്റ്റിന് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പണി വരിച്ചു വെക്കുന്നതിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഇടുക്കിയിൽ മാണി സാറിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരളവോളം ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് പണി കൊടുക്കാനുള്ള റോഷി അഗസ്റ്റിൻ്റെ ശ്രമങ്ങൾ ഒരുപക്ഷെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് വലിയ പണി വരുത്തി വയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കേരള കോൺഗ്രസ് M ആണെങ്കിൽ പോലും ഒരുപക്ഷെ റോഷി അഗസ്റ്റിനെതിരായിട്ട് അങ്ങനെയുള്ള മാണി സാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ റോഷി അഗസ്റ്റിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സാധ്യതയുമുണ്ട്. റോഷി അഗസ്റ്റിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ പോലും ഇടുക്കിയിൽ ശുഭപ്രതീക്ഷ നൽകുന്നതല്ല. കാരണം കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവിടുത്തെ എല്ലാ ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDF അധികാരത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിൻ അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. കോൺഗ്രസ് അവിടെ ഉറപ്പുള്ളൊരു സീറ്റായി കണക്കാക്കുന്നുണ്ട്. അതിനിടയിലാണ് ജോസ് കെ മാണിക്ക് പണി കൊടുക്കാനുള്ള റോഷി അഗസ്റ്റിൻ്റെ ചില നിലപാടുകളുമൊക്കെ ശ്രദ്ധേയമാകുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഒരുപക്ഷെ തിരിച്ച് അല്ലെങ്കിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി സാറിനെ ഇഷ്ടപ്പെടുന്ന കേരള കോൺഗ്രസ്സുകാർ തന്നെ ഒരുപക്ഷെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് പണി കൊടുക്കുവാനുള്ള സാധ്യതകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാണ് എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏത് കേരള കോൺഗ്രസ് ആയാലും, കേരള കോൺഗ്രസ് M ആയാലും ജോസഫ് ആയാലും ഈ ഇലക്ഷനോടുകൂടി അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ബാർഗെയിൻ ചെയ്യാനുള്ള പവർ അത് ഒരുപക്ഷെ പകുതിയായി തന്നെ ഇടിഞ്ഞു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ 2 കേരള കോൺഗ്രസിൽ മാത്രമല്ല, പത്തനാപുരത്ത് ഒരുപക്ഷെ ഗണേഷ് കുമാർ പരാജയപ്പെടുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഫാക്ടർ അവിടെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടും എന്ന വിശകലനങ്ങൾ തന്നെയാണ് പത്തനാപുരത്ത് നിന്ന് വരുന്നത്. ഉമ്മൻചാണ്ടിയെ വിവാദങ്ങൾ കൊടുക്കുവാൻ ഗണേഷ് കുമാർ സരിതയുമായി ചേർന്ന് ശ്രമിച്ചു എന്ന് ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല ഗണേഷ് കുമാറിൻ്റെ സഹോദരി പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കേരള കോൺഗ്രസ് ആയ നമ്മുടെ ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ്, തിരുവനന്തപുരത്ത് മാത്രമുള്ള കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ആന്റണി രാജു അദ്ദേഹം തൊണ്ടി മുതൽ കോടതിയിലുണ്ടായിരുന്ന പ്രതിയുടെ നിക്കർ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്രാവശ്യം സീറ്റ് കിട്ടുവാൻ സാധ്യതയില്ല. അവിടെ ആന്റണി രാജു മാത്രമേ ആ പാർട്ടിയിൽ നിന്ന് വിജയിക്കൂ. മറ്റൊരാളെ അവിടെ പ്രതിഷ്ഠിച്ചാൽ ആ സീറ്റ് കേരള കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മൊത്തത്തിൽ നമ്മൾ ഒരു കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി നോക്കുകയാണെങ്കിൽ അത് ഇരുളടഞ്ഞ് തന്നെ നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ജോസിന് പണി കൊടുക്കുവാൻ റോഷി അഗസ്റ്റിൻ വളരെ വ്യക്തമായി തന്നെ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന സമയങ്ങളാണിത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.